Today we will discuss about the nested subqueries in database management system. The SQL provides a mechanism for nesting subqueries, a select from where expression that is nested within another query is called subquery. A common use of subquery is to perform tests for set membership, make set comparisons, and determine set cardinality by nesting subqueries in the where clause. അപ്പോൾ ഒരു SQL നെസ്റ്റിംഗ് സബ് ക്വറീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണിത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വറീൻ്റെ അകത്ത് മറ്റൊരു ക്വറി. ഓക്കെ, ഇപ്പം നിങ്ങൾ നെസ്റ്റഡ് ഫോർ ലൂപ്പ് അല്ലെങ്കിൽ നെസ്റ്റഡ് ഈഫ് ലൂപ്പ് എന്നൊക്കെ കേട്ടിട്ട് പഠിച്ചിട്ടുണ്ടാവും. അതായത് ഒരു ഈഫ് ലൂപ്പിനുള്ളിൽ വേറൊരു ഈഫ് ലൂപ്പ്, അല്ലെങ്കിൽ ഒരു ഫോർ ലൂപ്പിനുള്ളിൽ വേറൊരു ഫോർ ലൂപ്പ്. അതുപോലെ നെസ്റ്റഡ് സബ് ക്വറി എന്ന് പറയുമ്പോൾ ഒരു ക്വറിനുള്ളിൽ തന്നെ വേറൊരു സെലക്ട് ഫ്രം വേർ എക്സ്പ്രഷൻ, അതാണ് ഒരു നെസ്റ്റഡ് ക്വറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്തരം നെസ്റ്റഡ് ക്വറിനെയാണ് നമുക്ക് എന്ത് പറയാം, ഒരു സബ് ക്വറി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ യൂസ് എന്താണെന്നുള്ളത്, ഒരു കോമൺ യൂസ് എന്താണെന്നുള്ളതാണ്. ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒന്ന് സെറ്റ് മെമ്പർഷിപ്പ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ കമ്പാരിസൺ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ, അതുപോലെ കാർഡിനാലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള യൂസ്. Then the subqueries in the where clauses. The common use of subqueries is to perform the test for set membership, set cardinality, set comparisons. ആക്ച്വലി ഈ സബ്ക്വറീസ് എന്ന് പറയുന്നത് നമുക്ക് എവിടെ വേണമെങ്കിലും പെർഫോം ചെയ്യാം, അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. സെലക്ട് ക്ലോസിൽ കൊടുക്കാം, ഫ്രം ക്ലോസിൽ കൊടുക്കാം, വേർ ക്ലോസിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വേർ ക്ലോസിലുള്ള സബ്ക്വറീസിൻ്റെ കേസാണ്. അപ്പോൾ ഒരു വേർ ക്ലോസിലുള്ള സബ്ക്വറീസ് എന്ന് പറയുമ്പോൾ അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെറ്റ് മെമ്പർഷിപ്പ്, സെറ്റ് കാർഡിനാലിറ്റി ആൻഡ് സെറ്റ് കമ്പാരിസൺ. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. First one, set membership. The SQL allows testing tuples for membership in a relation. The in-connective test for set membership, where the set is a collection of values produced by a select clause. The not in-connective test for the absence of set membership. About set membership means we are dealing with two connectives, that is in-connective and not in-connective. In-connective എന്ന് പറയുന്ന സമയത്ത് ഒരു സെലക്ട് ക്ലോസിൽ നമുക്കിപ്പോൾ കിട്ടുന്ന റിസൾട്ട് അവിടെ അതിലൊരു ട്യൂപ്പിൾ പ്രസൻ്റ് ആണോ ഇല്ലയോ എന്നുള്ളതാണ്. ഇന്നാണെങ്കിൽ നമുക്കവിടെ പ്രസൻ്റ് ആണോ എന്നുള്ളതാണ്. നോട്ട് ഇന്നാണെങ്കിൽ ആ ഒരു രീതിയിൽ, അതായത് അവിടെ ആ ഒരു ട്യൂപ്പിളും പ്രസൻ്റ് ആവരുത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ രണ്ട് കണക്റ്റീവ്സാണ് നമ്മൾ ഈ സെറ്റ് മെമ്പർഷിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഇൻ കണക്റ്റീവ്, മറ്റൊന്ന് നോട്ട് ഇൻ കണക്റ്റീവ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു വേർ ക്ലോസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു വേർ ക്ലോസിൽ ഒരു സബ് ക്വറി ഉണ്ടായിരിക്കും. അപ്പോൾ ആ സബ് ക്വറിയിലെ റിസൾട്ട് എന്ന് പറയുന്നതിൽ നമുക്കൊരു ട്യൂപ്പിൾ ഉണ്ടായിരിക്കണം. ഏത് വരികയാണെങ്കിൽ ഇൻ കണക്റ്റീവ് വരികയാണെങ്കിൽ. ഇനി ആ സബ് ക്വറീൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ട്യൂപ്പിളും വരാൻ വേണ്ടി പാടില്ല. റിസൾട്ടൻ റിലേഷനിൽ ഒരു ട്യൂപ്പിളും വരാൻ വേണ്ടി പാടില്ല എങ്കിൽ അതാണ് എന്താണ്, ഒരു നോട്ട് ഇൻ കണക്റ്റീവ് ആണ്. ഓക്കെ, ദെൻ we have two examples here to find all the courses taught in the fall 2017 semester and in the spring 2018 semester. Select distinct course ID from section where semester is equal to fall and year is equal to 2017, and course ID in select course ID from section where semester is equal to spring and year is equal to 2018. And this subquery use a connective in. So what does that mean? That means it should contain some tuples which satisfies that condition. Okay, അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താ, സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് കോഴ്സ് ഐ ഡി. അതായത് നമ്മളിവിടെ സെക്ഷനിലൊരു കോഴ്സ് ഐ ഡി നമ്മൾ സെലക്ട് ചെയ്യാണ്. എങ്ങനെയുള്ള കോഴ്സ് ഐ ഡി ആയിരിക്കണം, അതായത് 2017 ഫോൾ സെമസ്റ്ററിൽ ഉള്ള കോഴ്സ്. അതേ സമയത്ത് തന്നെ അത് എന്തിലുണ്ടായിരിക്കണം,
സ്പ്രിംഗ് 2018 സെമിസ്റ്ററിൽ ഉണ്ടായിരിക്കണം. അപ്പം അതും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇൻ സെലക്ട് കോഴ്സ് ഐ ഡി ഫ്രം സെക്ഷൻ വേർ സെമിസ്റ്റർ സ്പ്രിംഗ് ആൻഡ് ഇയർ 2018. ഇനി ഇത് മറിച്ച് നമുക്ക് ഫോൾ 2017 സെമിസ്റ്ററിലുള്ളത് പക്ഷേ 2018 സ്പ്രിംഗ് സെമിസ്റ്ററിൽ ഇല്ലാത്തത് വേണമെന്നുണ്ടെങ്കിൽ അത്തരം ട്യൂപ്പിൾസിനെ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് കോഴ്സ് ഐ ഡി from section where semester is equal to fall and year is equal to 2017 and course ID not in. Select course ID from section where semester is equal to spring and year is equal to 2018. ഇവിടെ നമ്മൾ സബ്സ്ട്രിങ് ഈ രണ്ട് കേസസിലും നമ്മൾ സബ്സ്ട്രിങ് കൊടുത്തിരിക്കുന്നത് വേർ കണ്ടീഷനിലാണ്. ഓക്കെ, അപ്പോൾ ഈ വേർ കണ്ടീഷനിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു സബ്സ്ട്രിങ്ങിൻ്റെ കേസിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആ ഒരു സെലക്ട് കോഴ്സ് ഐ ഡി ഫ്രം സെക്ഷൻ വേർ സെമസ്റ്റർ ഈസ് ഈക്വൽ ടു സ്പ്രിംഗ് ആൻഡ് ഇയർ ഈസ് ഈക്വൽ ടു 2018. അതായത് അത്തരം വരുന്ന കോഴ്സ് ഐ ഡി അത് സെലക്ട് ചെയ്യുക. ആ കോഴ്സ് ഐ ഡി ഏതിലുണ്ടായിരിക്കണം? ഫോൾ ആൻഡ് ഇയർ 2017. അപ്പോൾ രണ്ടിലും ഉള്ളത് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫസ്റ്റ് കേസ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഒരു സബ് ക്വറി റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ റൺ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് അത് ഏതിലുണ്ടാവാൻ വേണ്ടി പാടില്ല? ഫോൾ ആൻഡ് ഇയർ 2017 ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അത്തരം കോഴ്സ് ഐ ഡിയാണ് നമ്മൾ ഏതിൽ സെലക്ട് ചെയ്യുന്നത്? സെക്കൻഡിൽ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഈ ഒരു സബ് ക്വറി റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു റിലേഷൻ കിട്ടുന്നത്, നമ്മുടെ റിസൾട്ട് റിലേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേതിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതും കോമൺ ആയിട്ട് വരുന്നത് എന്നുള്ള രീതിയിൽ ഒരു സെറ്റ് മെമ്പർഷിപ്പ്, അതാണ് സെറ്റ് മെമ്പർഷിപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്. അത് ഇതിലെ മെമ്പർ ആയിരിക്കണോ ഇല്ലയോ എന്നുള്ള രീതിയിൽ. ഓക്കെ, രണ്ടാമത്തെ കേസിൽ എന്താണ്? അതിൽ സ്പ്രിങ്ങും അതുപോലെ സെമസ്റ്റർ സ്പ്രിങ്ങും അതുപോലെ തന്നെ 2018 ഇയറിലുള്ള കോഴ്സ് ഫോളിലുണ്ടെങ്കിൽ അതും കൂടി ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതുകൂടി എലിമിനേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ട്യൂപ്പിളായിരിക്കണം എന്നുള്ളത്, അതാണ് എന്തുദ്ദേശിക്കുന്നത്? സെക്കൻഡ് കേസ്. ഓക്കെ, നെക്സ്റ്റ് വൺ സെലക്ട് കൗണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഐ ഡി ഫ്രം ടേക്സ് where course ID, section ID, semester, year in. Select course ID, section ID, semester, year from teachers where teachers ID is equal to 10101. Here also the subquery is in where clause. So what we are doing here? We are taking the count of IDs, right? Count of distinct IDs from takes where course ID, section ID, semester, year in. Select course ID, section ID, semester, year from teachers where teachers.id is equal to 10101. Okay, so the teacher's ID who is having the ID 10101 will be in this relation. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ എത്ര സബ്ജക്റ്റ് എടുക്കുന്നു അതിൻ്റെ കൗണ്ട്, ഓക്കെ, എത്ര കോഴ്സസ് എടുക്കുന്നുണ്ടെങ്കിൽ എത്ര സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൗണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. Then set comparison. It allows the comparison between the relation. Find the names of all instructors whose salary is greater than at least one instructor in the biology department. The phrase greater than at least one is represented in SQL by greater sum. Select name from instructor where salary grade sum. Select salary from instructor where department name is equal to biology. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമ്മളൊരു കമ്പാരിസൺ ആണ് നടത്തിയിരിക്കുന്നത്. അതായത് ബയോളജി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഇൻസ്ട്രക്ടേഴ്സിൻ്റെ സാലറി അല്ലേ, അത് നമ്മൾ എങ്ങനെ എടുത്താലാണ് നമ്മുടെ സബ് ക്വറി ആയിട്ട് കൊടുത്തത്? സെലക്ട് സാലറി ഫ്രം ഇൻസ്ട്രക്ടർ where department name is equal to biology. ബയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻസ്ട്രക്ടറേക്കാളും
സാലറി കൂടുതലുള്ള ഇൻസ്ട്രക്ടേഴ്സിൻ്റെ നെയിംസ് ആണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ സെലക്ട് നെയിം ഫ്രം ഇൻസ്ട്രക്ടർ വേർ സാലറി ഗ്രേറ്റർ ദാൻ സം, അതായത് അറ്റ്ലീസ്റ്റ് 1 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ അറ്റ്ലീസ്റ്റ് 1, സോ ഗ്രേറ്റർ സം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലെ ഡിഫറെൻറ്റ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും. ദാറ്റ് ആർ ലെസ് സം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സം, equal sum and not equal sum comparisons, where equal sum is identical to in, whereas the less than greater than symbol sum is not the same as not in. അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ ഇൻ നോട്ട് ഇൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതുപോലെ ഒരു സെറ്റ് കമ്പാരിസൻ്റെ കേസിൽ അറ്റ്ലീസ്റ്റ് അറ്റ്മോസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓൾ എന്നെടുക്കുന്ന സമയത്ത് ഗ്രേറ്റർ ഓൾ എന്നുള്ള ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഗ്രേറ്റർ, ഗ്രേറ്റർ ഓൾ, ലെസ്, ലെസ് സം, ലെസ് സം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സം, ഈക്വൽ ടു സം. അപ്പോൾ അത്തരം കേസിൽ അത് അറ്റ്ലീസ്റ്റ് എന്നുള്ള കേസിൽ വരുമ്പോൾ അത് സം ഇൻ എന്നുള്ളതിന് സിമിലർ ആണ്. പക്ഷേ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ യൂസ് ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് ഒരു നോട്ട് ഇൻ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എന്താ? കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം എന്ന് മാത്രമാണ് പറഞ്ഞത്. നോട്ടിൻ എന്ന് പറയുന്നത് നമുക്ക് എൻറ്റയർ ട്യൂപ്പിൾസിനെയും നമ്മളതിന് റിമൂവ് ചെയ്യുന്നതിന് തുല്യമാണ്. അതുപോലെ ഗ്രേറ്റർ സം പറയുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ ഓൾ ആണ്, ഗ്രേറ്റർ ഓൾ. സോ ലെസ് ഓൾ, ലെസ് ദാൻ ഈക്വൽ ടു ഓൾ, greater than or equal to all and less than greater than all comparisons are there. So as an exercise, verify that less than greater than all is identical to not in, whereas equal to all is not the same as in. അതായത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓൾ എന്ന് പറയുമ്പോൾ നമുക്കവിടെ അത് നോട്ട് ഇൻ ഐഡൻറ്റിക്കൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പക്ഷേ ഈക്വൽ ടു ഓൾ എന്ന് പറയുമ്പോൾ അത് സെയിം, നോട്ട് സെയിം ആസ് ഇൻ, അതായത് അത് ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, ദെൻ ഫൈൻഡ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ദാറ്റ് ഹാവ് ദ ഹയസ്റ്റ് ആവറേജ് സാലറി. Find the departments that have the highest average salary. So അവിടെ എന്താ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ആവറേജ് സാലറി. ഓക്കെ, സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ഇറ്റ്. സോ സെലക്ട് ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഫ്രം ഇൻസ്ട്രക്ടർ, ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, having average of salary greater than or equal to all. Select average salary from instructor, group by department. Okay, so highest average salary we are calculating here. So we have used the comparison operator greater than or equal to all. Okay, average salary greater than or equal to all. All what? Select average salary. Okay, so in this way we can write the subquery for finding the details of the departments that have the highest average salary. Okay, next is a test for empty relations. The SQL includes a feature for testing whether a subquery has any tuples in its result. The access construct returns the value true if the argument subquery is not empty, and we can test for the non-existence of tuples in a subquery by using the non-access construct. So a subquery that uses a correlation name from an outer query is called correlated subquery. Okay, അതായത് ഇവിടെ നമ്മൾ എക്സിസ്റ്റൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സിസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എക്സിസ്റ്റ് കൊടുത്ത് കിട്ടുന്ന വാല്യൂ ട്രൂ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഒരു സബ്ക്വറി ഉണ്ട്. ഓക്കെ, there exists some subquery, some values for that particular subquery. അതാണ് എക്സിസ്റ്റ് എന്നുള്ളത് ട്രൂ ഉണ്ട്. അതായത് എക്സിസ്റ്റ് ട്രൂ ആണ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഒരു സബ്ക്വറി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്യൂപ്പിൾസ് റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നോട്ട് എക്സിസ്റ്റ് എന്നുള്ള രീതി, അതാണ് ട്രൂ എങ്കിലോ?
നോട്ട് എക്സിസ്റ്റ് ആണ് ട്രൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ട്യൂപ്പിൾസ് പ്രസൻ്റ് അല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അതിൻ്റെ പ്രസൻസിനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ we have an example. Find all courses taught in both the fall 2017 semester and the spring 2018 semester. We have a query for that. Look at the query. Select course ID from section as S where semester is equal to fall and year is equal to 2017 where X is. Select star from section as T where semester is equal to spring and year is equal to 2018 and S dot course ID is equal to D dot course ID. Okay, so here we are finding all courses taught in both the fall 2017 and in the spring 2018. So here we are finding whether there is any tuples in this relation. Okay, X is the term that we have used here. X is, so the value will be true, then it will return the resultant tuples. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്, ബോത്ത് ഫോൾ 2017 അതുപോലെ തന്നെ സ്പ്രിംഗ് 2018 ഓൾ കോഴ്സസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത്തരം കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം സെക്ഷൻ ആസ് ടി where semester is equal to spring and year is equal to 2018. പിന്നെ എന്താണ്, കോഴ്സ് ഐ ഡി എസ് ഡോട്ട് കോഴ്സ് ഐ ഡി is equal to ടി ഡോട്ട് കോഴ്സ് ഐ ഡി. അപ്പോൾ അതിവിടെ തന്നെ പ്രസൻ്റ് ആണോ നമുക്ക് നോക്കാം, അത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം അത്തരത്തിൽ അവിടെ പ്രസൻ്റ് ആണെങ്കിൽ നമുക്ക് ആ റിസൾട്ടൻറ്റ് റിലേഷൻ നമുക്ക് കിട്ടും. ദെൻ ടെസ്റ്റ് ഫോർ ദ ആബ്സെൻസ് ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ട്യൂപ്പിൾസ്. The unique construct tests whether the subquery has any duplicate tuples in its result. So it evaluates to true if the given subquery contains no duplicates. So here we are using unique. Okay, unique to check whether there is any duplicate tuples in the result. അപ്പോൾ യുണീക്കാണ് നമുക്ക് എന്ത് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇല്ലെങ്കിൽ അത് ട്രൂ എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. ദെൻ ദ സബ് ക്വറീസ് ഇൻ ദ ഫ്രം ക്ലോസ്. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് വേർ ക്ലോസ്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ സബ് ക്വറീസ് ഇൻ ദ ഫ്രം ക്ലോസ്. സോ ഇറ്റ് അലോസ് എ സബ് ക്വറി എക്സ്പ്രഷൻ ഇൻ ദ ഫ്രം ക്ലോസ്. ഫൈൻഡ് ദ ആവറേജ് instructors salaries of those departments where the average salary is greater than $42,000. Okay, so here is the query. Let's see the query. Select department name, average salary from. There is a subquery after this from clause, that is select department name, average of salary as average salary from instructor, group by department name where average salary greater than 42,000. So what we are doing here, we are finding the average salaries of the departments where the average salary is greater than 42,000. Okay, so we have to find the average salary and we have to compare whether the average salary is greater than 42,000. So for that we have returned the subqueries after this from clause. Okay, so select department name, average salary as average salary from instructor, group by department name. Okay, so from that we will get a relation. Okay, from that relation we will select the department name and average salary, then we will check. Okay, the subquery generates a relation consisting of the names of all departments and their corresponding average instructor salary, and the attributes of the subquery result can be used in the outer query. Okay അല്ലേ, അതായത് ഇവിടെ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻസ്ട്രക്ടേഴ്സിൻ്റെ ആവറേജ് 42,000-നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള
ആവറേജ് സാലറിയുള്ള ഇൻസ്ട്രക്ടേഴ്സിൻ്റെ കേസാണ്. അപ്പോൾ അതിൻ്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, അതുപോലെ തന്നെ ആവറേജ് സാലറിയും. എങ്ങനെയുള്ള, അതായത് ആവറേജ് സാലറി ഗ്രേറ്റർ ദാൻ 42,000. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും ആവറേജ് സാലറി എടുത്തു, അത് നമ്മുടെ പ്രത്യേക ഒരു റിസൾട്ട്, ഒരു റിലേഷൻ നമ്മൾ കൊടുത്തു. ഓക്കെ, അതാണ് നമ്മുടെ സബ് ക്വറി എന്ന് പറയുന്നത്. മനസ്സിലായോ? സെലക്ട് ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, ആവറേജ് ഓഫ് സാലറി ആസ് ആവറേജ് സാലറി. സോ വി ഹാവ് റീനെയിംഡ് ആസ് ആവറേജ് സാലറി ഫ്രം ഇൻസ്ട്രക്ടർ. അപ്പോൾ ആ ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, അവിടെ നമുക്ക് റിസൾട്ട് ആൻഡ് റിലേഷൻ കിട്ടി, ഡിപ്പാർട്ട്മെൻറ്റ് നെയിമും ആവറേജ് സാലറി. ഇനി ഈ ആവറേജ് സാലറി ഡിപ്പാർട്ട്മെൻറ്റ് നെയിം നമുക്ക് ഏത് മാത്രം മതി? ഡിപ്പാർട്ട്മെൻറ്റ് നെയിമും ആവറേജ് സാലറി ഗ്രേറ്റർ ദാൻ 42,000. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന റിലേഷനിൽ നിന്നും നമ്മൾ വീണ്ടും ഫിൽറ്റർ ചെയ്യാണ് യൂസിങ് വേർ ക്ലോസ്, വേർ ആവറേജ് സാലറി ഗ്രേറ്റർ ദാൻ 42,000. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സബ് ക്വറീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി റിസൾട്ട് ആൻഡ് റിലേഷൻ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. Then the subqueries in the from clause continue. No need to use the having clause here. And then there is another example. Look at the example. Here the select max of tot salary from select department name, comma sum of salary from instructor group by department name as department total of department name, comma total salary. Okay, so we are renaming this table as the department total. Okay, then we will select the total maximum of total salary. For that ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ സാലറിൻ്റെ മാക്സിമം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഡിപ്പാർട്ട്മെൻറ്റ് നെയിമും ആ സാലറിയുടെ സമ്മും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ആ കിട്ടിയിരിക്കുന്നതിന് ആ റിലേഷൻ നമ്മൾ എന്ത് കൊടുത്തു? ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ടോട്ടൽ എന്ന് കൊടുത്തു. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, കോമ ടോട്ടൽ സാലറി. ഈ ടോട്ടൽ സാലറിയുടെ മാക്സിമം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അതാണ് select of maximum of total comma salary എന്ന് പറഞ്ഞിരിക്കുന്നത്. So here we first execute the subquery, then we will get the result and relation, then we will process the outer query after we get the result from the subquery. ഓക്കെ, അതായത് ഇവിടെ ഫസ്റ്റ് നമ്മൾ ഏതാ എക്സിക്യൂട്ട് ചെയ്യുക? നമ്മുടെ ഇന്നർ ക്വറിയാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ട് ആൻഡ് റിലേഷൻ നമ്മൾ എന്ത് പ്രോസസ്സ് ചെയ്യും? നമ്മുടെ ഔട്ടർ ക്വറി പ്രോസസ്സ് ചെയ്യും. Then the with clause. The with clause provides a way of defining a temporary relation whose definition is available only to the query in which with the clause occurs. So here this is a temporary relation. That is what we have to concentrate more. So this with query provides a way of defining a temporary relation whose definition is available only to the query in which the with clause occurs. So there is an example here. Find those departments with the maximum budget. So here the basic query is select budget from department maximum budget, where department dot budget is equal to maximum budget dot value. Okay, so here what we are doing is there is a with clause. So with maximum budget of value as select max of budget from department. Okay, so for that select budget from department max budget where department dot budget is equal to max budget dot value. So here we are using a with clause. Then we will execute the query. Then we will get a relation after this. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ഇതൊരു ടെമ്പററി റിലേഷൻ ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കേസസിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബേസിക് ക്വറി എന്ന് പറയുന്നത് സെലക്ട് ബഡ്ജറ്റ് ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് മാക്സിമം ബഡ്ജറ്റ്, വേർ ഡിപ്പാർട്ട്മെൻറ്റ്
ഡോട്ട് ബഡ്ജറ്റ് ഈസ് ഈക്വൽ ടു മാക്സിമം ബഡ്ജറ്റ് ഡോട്ട് വാല്യൂ. അതായത് ഈ ബഡ്ജറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് മാക്സിമം ബഡ്ജറ്റ് ഡോട്ട് വാല്യൂ ഉള്ള ബഡ്ജറ്റിൽ നിന്ന് മാത്രം നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, ദെൻ വിത്ത് മാക്സിമം ബഡ്ജറ്റ് ഓഫ് വാല്യൂ ആസ് സെലക്ട് മാക്സിമം ബഡ്ജറ്റ് ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും? മാക്സിമം ബഡ്ജറ്റിലെ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ്, സ്കേലാർ സബ് ക്വറീസ്. Till now we have discussed about different subqueries in where clause, from clause and with clause. Now we are going to discuss about the subqueries in select clause. So the subquery returns only one tuple containing a single attribute. Okay, the list all departments along with the number of instructors in each department. So the query is here: select department name, comma, select count of star from instructor where department dot department name is equal to instructor dot department name as num instructors from department. Here the runtime error if the subquery returns more than one tuple. ഇപ്പോൾ ഒരു സ്കേലാർ സബ് ക്വറീസ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു വൺ സിംഗിൾ ക്വറി മാത്രമേ റിട്ടേൺ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ കൂടുതൽ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ റൺ ടൈം എറർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റൺ ടൈം എറർ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഒന്നിൽ കൂടുതൽ ട്യൂപ്പിൾസ് റിട്ടേൺ ചെയ്യുന്നുണ്ട് ആ ഒരു കറസ്പോണ്ടിങ് ക്വറിക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഇൻസ്ട്രക്ടേഴ്സിൻ്റെ നമ്പർ അതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കേസിൽ ഇവിടെയുള്ള ക്വറി സെലക്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഇൻസ്ട്രക്ടേഴ്സിൻ്റെ എണ്ണവും. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം കോമ അവിടെ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ എണ്ണമാണ്. അപ്പോൾ സെലക്ട് കൗണ്ട് സ്റ്റാർ ഫ്രം ഇൻസ്ട്രക്ടർ വേർ ഡിപ്പാർട്ട്മെൻറ്റ് ഡോട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഈസ് ഈക്വൽ ടു ഇൻസ്ട്രക്ടർ ഡോട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ആസ് നം ഇൻസ്ട്രക്ടേഴ്സ് ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഇൻസ്ട്രക്ടേഴ്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് നെയിം. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റും? നം ഇൻസ്ട്രക്ടേഴ്സ് കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ ഈ നം ഇൻസ്ട്രക്ടേഴ്സിന് നമുക്കവിടെ എന്ത് കിട്ടി? അതിൻ്റെ കൗണ്ട് കിട്ടി. അപ്പോൾ ഈ കൗണ്ടാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഇൻസ്ട്രക്ടേഴ്സിൻ്റെ കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഒരു സെലക്ട് ക്ലോസിലും അതുപോലെ വേർ ക്ലോസിലും ഫ്രം ക്ലോസിലും നമുക്ക് വിത്ത് ക്ലോസ് എല്ലാത്തിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതുപോലെ സബ് ക്വറീസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഇൻ വേർ ക്ലോസ് യു ആർ യൂസ് ടു സെറ്റ് മെമ്പർഷിപ്പ്, ടു സെറ്റ് കാർഡിനാലിറ്റി, ടു സെറ്റ് കമ്പാരിസൺ. ഓക്കെ, അപ്പോൾ കമ്പാരിസൻ്റെ കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഗ്രേറ്റർ ദാൻ സം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സം, ലെസ് ദാൻ സം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സം. അതുപോലെ തന്നെ ഓളിൻ്റെ കേസിലും നമുക്ക് ഗ്രേറ്റ് ഓൾ, ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ഓൾ, ലെസ് ദാൻ ഓൾ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓൾ, ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓൾ എന്ന രീതിയിൽ നമുക്ക് ഡിഫറെൻറ്റ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നോട്ട് ഇൻ, ഇൻ ഒരു മെമ്പർഷിപ്പിൻ്റെ കേസിൽ നമുക്ക് നോട്ട് ഇൻ കണക്റ്റീവും പറയാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ ഇൻ കണക്റ്റീവും പറയാൻ വേണ്ടി പറ്റും. ദെൻ എക്സിസ്റ്റ് എന്നുള്ള യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓൾറെഡി ഒരു ട്യൂപ്പിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ട്രൂ വാല്യൂ റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഒരു ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കേസിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ട്യൂപ്പിൾസ് പ്രസൻ്റ് ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? യുണീക്ക് എന്നുള്ളത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് കണക്റ്റീവ്സും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ക്വറീസും. ദെൻ integrity constraint. An integrity constraint guard against accidental damage to the database by ensuring that authorized changes to the database do not result in a loss of data inconsistency. The checking account must have a balance greater than 2000 and the salary of a bank employee must be at least 2,50,000 and the customer must have a non-null phone number. അപ്പോൾ ഇത്തരം കേസസിൽ നമുക്ക് ഓൾറെഡി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്
നമ്മൾ ഫെമിലിയർ ആണ്, ഓരോ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരം ഇൻ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് നമ്മൾ പല കേസസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ബാലൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2000 മിനിമം ബാലൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ബാങ്ക് എംപ്ലോയിയുടെ സാലറി എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ 25,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ കൂടാൻ വേണ്ടി പാടില്ല, അതുപോലെ തന്നെ കുറയാൻ വേണ്ടി പാടില്ല. അപ്പോൾ അത്തരത്തിൽ കുറയാൻ വേണ്ടി പാടില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വാല്യൂസ് മാറിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് യൂസ് ചെയ്യാം, ഇൻ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആക്സിഡൻ്റൽ ഡാമേജ് ടു ഡാറ്റാബേസ്, അതായത് ഓതറൈസ്ഡ് പേഴ്സൺസ് തന്നെയാണോ യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഡാറ്റ ലോസ്, അത് ഇൻകൺസിസ്റ്റൻ്റ് ആവാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ഇൻ്റഗ്രിറ്റി കൺസ്ട്രെയിൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ദാറ്റ് ഈസ് ദ മെയിൻ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റഗ്രിറ്റി constraints in database management system. Okay, thank you.